സോ നെക്സ്റ്റ് ടോപ്പിക്കാണ് ഗ്രീൻ ഹൗസ് ഇഫക്റ്റ്. സോ എന്താ ഗ്രീൻ ഹൗസ് ഇഫക്റ്റ്? സണ്ണിൽ നിന്നും വരുന്ന റേഡിയേഷൻസ്, ഹീറ്റ് എനർജി, അതേപോലെ യു വി റേസ്, അതേപോലെ ഇൻഫ്രാറെഡ് റേസ്, ഇതെല്ലാം എന്താ പറ്റുന്നത്, നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ കൂടെ പാസ് ചെയ്ത് ഭൂമിയിൽ വന്ന് പതിക്കുന്നു. ഈ ഭൂമിയിൽ പതിക്കുമ്പോൾ വാട്ട് ഹാപ്പൻസ്, സം പോർഷൻ ഓഫ് ദിസ് റേസ് ആർ അബ്സോർബ്ഡ് ബൈ ദ എർത്ത് സർഫസ് കുറേ പോർഷൻ അബ്സോർബ് ചെയ്യും. റിമൈനിങ് പോർഷൻ എന്ത് പറ്റും, റിഫ്ലക്ട് ബാക്ക് ചെയ്യും. അതായത് തിരിച്ച് ഔട്ടർ സ്പേസിലേക്ക് റിഫ്ലക്ട് ചെയ്യും, ഭൂമി റിഫ്ലക്ട് ചെയ്ത് വിട്ടും. അപ്പോൾ ഈ വരുന്ന റേസും റിഫ്ലക്ട് ബാക്ക് ചെയ്യുന്ന റേസും ആ റേസ് എന്താണ്, ഇൻ്റർഫിയർ ചെയ്യും എന്തുമായിട്ട്, വിത്ത് ഗ്രീൻ ഹൗസ് ഗ്യാസസ്. ഗ്രീൻ ഹൗസ് ഗ്യാസ് എന്ന് പറഞ്ഞാൽ ഗ്യാസസ് ഉണ്ട്. അപ്പോൾ ആ ഗ്യാസ് അല്ലെങ്കിൽ ആ ഗ്യാസ് മോളിക്യൂളുമായിട്ട് ഇൻ്റർഫേസ് ചെയ്ത് അല്ലെങ്കിൽ ഇൻട്രാക്ട് ചെയ്തിട്ട് എന്ത് പറ്റും, ദേ വിൽ ഗെറ്റ് സ്കാറ്റേർഡ് ആൻഡ് വിൽ ബി ട്രാപ്ഡ് ഇൻ ദ എർത്ത് സർഫസ് ഇറ്റ് സെൽഫ്. അതിന് പുറത്തേക്ക് പോകാൻ പറ്റത്തില്ല. ഈ ഗ്രീൻ ഹൗസ് ഗ്യാസ് എന്ത് പറ്റും, ഇതിനെ സ്കാറ്റർ ചെയ്തിട്ട് അതിനെ അറ്റ്മോസ്ഫിയറിൽ തന്നെ പിടിച്ചു നിർത്തും. അതിന് ഔട്ടർ സ്പേസിലേക്ക് തിരിച്ചു പോകാൻ പറ്റത്തില്ല. സോ അങ്ങനെ ആ ഒരു ഇഫക്റ്റിനാണ് നമ്മൾ ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് എന്ന് പറയുന്നത്. വരുന്ന റേസിന് തിരിച്ച് സ്പേസിലേക്ക് പോകാൻ പറ്റുന്നില്ല. Radiation from the sun are absorbed by the greenhouse gases and not reflected back into the space. അപ്പോൾ പറഞ്ഞത്, this insulates the surface of earth and prevents it from freezing. A greenhouse is a house made of glass that can be used to grow plants. അതിനൊരു സിമിലർ ഒരു പ്രോപ്പർട്ടി വെച്ചാൽ നമ്മൾ അതിനെ ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് എന്ന് പറയാൻ കാരണം. ദെൻ വാട്ട് ആർ ദ ഗ്രീൻ ഹൗസ് ഗ്യാസസ്? ഏതൊക്കെയാണ് ഗ്രീൻ ഹൗസ് ഗ്യാസ് എന്ന് പറയുന്നത്? വാട്ടർ വേപ്പർ ഇതിനെ തടഞ്ഞു നിർത്തും അല്ലെങ്കിൽ എന്നെ അബ്സോർബ് ചെയ്യും. ദെൻ കാർബൺ ഡൈ ഓക്സൈഡ്, മീഥേൻ, നൈട്രസ് ഓക്സൈഡ്, ഓസോൺ ലെയർ എന്താ ചെയ്യുന്നത്, ഓസോൺ ലെയർ ആക്ട്സ് എ പ്രൊട്ടക്റ്റീവ് ലെയറാണ്. അപ്പം വരുന്ന റീസൺ തിരിച്ച് അതിൽ കൂടെ പാസ് ചെയ്ത് തിരിച്ച് പോകാൻ പറ്റില്ല. ദെൻ ഫ്ലോറോ കാർബൺ, CFCs, അതേപോലെ HCFCs, ഹൈഡ്രോ ഫ്ലോറോ കാർബൺസ്, ഇതെല്ലാം ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആണ്. ഇവരെല്ലാം ഗ്രീൻ ഹൗസ് ഇഫക്റ്റിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ദെൻ പോയിന്റ്, ടുഡേ ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് ഈസ് ഗ്രോയിങ് stronger as human activities such as deforestation, fossil fuel usage, etc. increases. നമുക്കറിയാം ഇപ്പം വനനശീകരണം, അതേപോലെ ഇൻക്രീസ് യൂസ് ഓഫ് ഫോസിൽ ഫ്യൂൽസ് ഒക്കെയാണ്. ഫോസിൽ ഫ്യൂൽസ് എന്താണ്, ഫോസിൽ ഫ്യൂൽസ് ബേൺ ചെയ്യുമ്പം എമിറ്റ് ചെയ്യുന്നത് കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ മോണോക്സൈഡ് പോലത്തെ ഗ്യാസസ് ആണ്. ഇത് എന്താണ്, ഗ്രീൻ ഹൗസ് ഗ്യാസ് ആയതുകൊണ്ട് തന്നെ അവർ ഈ ഒരു ഇഫക്റ്റിനെ പ്രൊണൗൺസ് ചെയ്യും. അതുപോലെ ഡീഫോറസ്റ്റേഷൻ എന്താണ്, വനനശീകരണം എന്ന് പറയുമ്പോൾ ചുറ്റും മരങ്ങൾ വെട്ടി നശിപ്പിച്ച് കഴിഞ്ഞാൽ കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ എമൗണ്ട് കൂടും അറ്റ്മോസ്ഫിയറിൽ. This traps greater amount of sun's radiation which contribute to rising temperature which we called as global warming. അപ്പോൾ എന്ത് പറ്റും, ഓട്ടോമാറ്റിക്കലി ടെമ്പറേച്ചർ റൈസ് ചെയ്യും. അതിനെ നമ്മൾ ഗ്ലോബൽ വാർമിംഗ് എന്ന് വിളിക്കുന്നത്. ആൻഡ് കോസസ് ഓഫ് ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് ആണ് ഫസ്റ്റ് ഇസ് ബേണിംഗ് ഓഫ് ഫോസിൽ ഫ്യൂൽസ് ബേൺ ചെയ്യുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, അതേപോലെ കാർബൺ മോണോക്സൈഡ്, കാർബൺ ഡൈ ഓക്സൈഡ് പോലത്തെ, അതേപോലെ മീഥേൻ, അതുപോലത്തെ ഗ്യാസസ് ഒക്കെ റിലീസ് ചെയ്യും. അത് ഈ ഗ്രീൻ ഹൗസ് ഇഫക്റ്റിനെ ഡോമിനേറ്റ് ചെയ്യിക്കും. ദെൻ ഡീഫോറസ്റ്റേഷൻ എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നത്, മരങ്ങൾ വെട്ടി നശിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം പ്ലാന്റ്സ് ആർ എ ഗുഡ് സോഴ്സ് ഓഫ് ഓക്സിജൻ. അവർ പുറത്തേക്ക് ഓക്സിജൻ വിടും, അതേപോലെ കാർബൺ ഡൈ ഓക്സൈഡ് അകത്തേക്ക് വലിക്കുകയും ചെയ്യും. അപ്പോൾ ഈ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ഇൻടേക്ക് കുറയും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അത് ഫേവർ ചെയ്യും എന്തിനെ, ഗ്രീൻ ഹൗസ് ഇഫക്റ്റിനെ. ദെൻ നെക്സ്റ്റ് ഫാമിങ്ങും ഈ പറഞ്ഞ പോലെ തന്നെ എന്താണ്, നമ്മൾ കെമിക്കൽസൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ കെമിക്കൽസൊക്കെ ഒരു ഗ്രീൻ ഹൗസ് ഇഫക്റ്റിന് സഹായകരമാകും. ദെൻ ഇൻഡസ്ട്രിയൽ വേസ്റ്റ് ആൻഡ് ലാൻഡ് ഫിൽസ്, ഇൻഡസ്ട്രീസിൽ നിന്ന് വരുന്ന വേസ്റ്റ്, അതേപോലെ ലാൻഡ് ഫിൽസ്, ഇതിലെല്ലാം ഈ പറഞ്ഞ പോലെ ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആണ് വരുന്നത്. അപ്പോൾ ഈ ഗ്രീൻ ഹൗസ് ഗ്യാസ് എല്ലാം ട്രാപ്പ് ചെയ്യും, നമ്മുടെ ഈ പറഞ്ഞ റീസണൊക്കെ ട്രാപ്പ് ചെയ്യാം. ദെൻ ഇഫക്ട്സ് ഓഫ് ഗ്ലോബൽ വാർമിങ്ങിൻ്റെ ഗ്രീൻ ഹൗസ് ഇഫക്റ്റിൻ്റെ ആഫ്റ്റർ ഇഫക്ട്സ് ആണ് പറയുന്നത്. ഫസ്റ്റ് വൺ ഗ്ലോബൽ വാർമിംഗ്, ദെൻ ഡിപ്ലീഷൻ ഓഫ് ഓസോൺ ലെയർ, സ്മോഗ് ആൻഡ് എയർ പൊല്യൂഷൻ, ആസിഡിഫിക്കേഷൻ ഓഫ് വാട്ടർ ബോഡീസ്. ഇതൊക്കെയാണ് ഇഫക്ട്സ് ഓഫ് ഗ്രീൻ ഹൗസ് ഇഫക്റ്റിൽ വരുന്നത്. ഫസ്റ്റ് ഗ്ലോബൽ വാർമിംഗ് ആണ്. ഗ്ലോബൽ വാർമിംഗ് നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താണ്, ഈ പറഞ്ഞ റേസ് അല്ലെങ്കിൽ ഹീറ്റ് എനർജി അല്ലെങ്കിൽ UV റേസ് അല്ലെങ്കിൽ ഇൻഫ്രാറെഡ് റേസ് നമ്മുടെ അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ എർത്ത് സർഫസിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഓട്ടോമാറ്റിക് അതിൻ്റെ ഒരു ആഫ്റ്റർ ഇഫക്റ്റ് ആയിട്ട് എർത്തിലെ ടെമ്പറേച്ചർ റൈസ് ചെയ്യുന്നു. ഈ റൈസിങ് ടെമ്പറേച്ചർ നമ്മൾ ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത്. ദ അപ്പാരൻറ്റ് ഓവറോൾ വാർമിംഗ് ട്രെൻഡ് ഓഫ് ദ എർത്ത് അറ്റ്മോസ്ഫിയർ, ഹെൻസ് ദ അറ്റ്മോസ്ഫിയർ ബിക്കം സാച്ചുറേറ്റഡ് വിത്ത് എക്സസ് ഗ്രീൻ ഹൗസ് ഗ്യാസസ്. ഇതിനാണ് നമ്മൾ ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത്. ഇഫക്ട്സ് ഓഫ് ഗ്ലോബൽ വാർമിംഗ് എന്തൊക്കെയായിരിക്കും, ഇൻക്രീസ് ഇൻ ഗ്ലോബൽ സർഫസ് ടെമ്പറേച്ചർ, ടെമ്പറേച്ചർ കൂടും. ദെൻ നെക്സ്റ്റ് മെൽറ്റിംഗ് ഓഫ് ഗ്ലേസിയേഴ്സ്, ടെമ്പറേച്ചർ കൂടുമ്പോഴായിരിക്കും ഐസ് ക്യാപ്സ് ഒക്കെ മെൽറ്റ് ചെയ്യും. അപ്പോൾ ആണ് മെൽറ്റിംഗ് ഓഫ് ഗ്ലേസിയേഴ്സ്. റൈസ് ഇൻ സീ ലെവൽ, ഈ ഐസ് മെൽറ്റ് ചെയ്യുമ്പോഴത്തേക്കും ആ വെള്ളം എല്ലാം കൂടെ ഒഴുകി സീയിലേക്ക് വരും. അപ്പോൾ സീ വാട്ടർ ലെവൽ റൈസ് ചെയ്യും. ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി, വനമൊക്കെ ഡീഫോറസ്റ്റേഷൻ ഒക്കെ ചെയ്യുമ്പോൾ എന്തായിരിക്കും, ഒരുപാട് ആനിമൽസ് അതേപോലെ പ്ലാന്റ്സിനൊക്കെ അതിൻ്റെ ഒരുപാട് ആനിമൽ സ്പീഷീസിന് അല്ലെ ബേർഡ് സ്പീഷീസിന് അവരുടെ ബയോഡൈവേഴ്സിറ്റി നഷ്ടപ്പെടും, അല്ല എക്കോസിസ്റ്റം നഷ്ടപ്പെടും.
ദെൻ സ്പ്രെഡ് ഓഫ് വെക്ടർ ബോൺ ഡിസീസസ്. വെക്ടർ ബോൺ ഡിസീസ് എന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ ബാക്ടീരിയൽ, അതേപോലെ മോസ്കിറ്റോസ്, അതേപോലെ റോഡൻസ് ഒക്കെ പരത്തുന്ന ഡിസീസസ് ഒക്കെ പെട്ടെന്ന് പകരും. ഒക്കറൻസ് ഓഫ് എക്സ്ട്രീം വെതർ ഫിനോമിന. റാപ്പിഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എക്സ്ട്രീം വെതർ ഫിനോമിന മീൻസ് അല്ലെങ്കിൽ എക്സ്ട്രീം റെയിൻഫോൾ അല്ലെങ്കിൽ എക്സ്ട്രീം ഡ്രോട്ട്, വരൾച്ച, അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ദെൻ അസിഡിഫിക്കേഷൻ ഓഫ് ഓഷ്യൻസ് നമ്മൾ പറഞ്ഞായിരുന്നു. അതിൻ്റെ ഒരു റീസണായിട്ട് നമ്മൾ പറഞ്ഞു കെമിക്കൽസ്, അതായത് ഫാക്ടറീസ് അല്ലെങ്കിൽ ഇൻഡസ്ട്രീസ് എന്നുള്ള കെമിക്കൽസൊക്കെ നമ്മൾ ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആയിട്ട് വരാറുണ്ട്. അപ്പോൾ ഇതെല്ലാം റിവറിലേക്ക് അല്ലെങ്കിൽ ഓഷ്യൻസിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ അതിൻ്റെ ഒരു അസിഡിഫിക്കേഷൻ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ലാർജ് സ്കെയിൽ ഒക്കറൻസ് ഓഫ് ഫോറസ്റ്റ് ഫയർസ്, കാട്ടുതീ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. സബ്സ്റ്റാൻഷ്യൽ റിഡക്ഷൻ ഇൻ ക്രോപ്പ് ഈൽഡ്സ്. ഓക്കെ, ടെമ്പറേച്ചർ ആകുമ്പോൾ എന്തായിരിക്കും ക്രോപ്സിന് അതിൻ്റെ ക്രോപ്സൊക്കെ കറക്റ്റ് ആ ഒരു നല്ല വിളവ് കിട്ടണമെങ്കിൽ എന്തായിരിക്കും ഒരു മോഡറേറ്റ് ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഒരു മോഡറേറ്റ് അറ്റ്മോസ്ഫിയർ എൻവയോൺമെൻറ്റ് അതിന് വേണം. അപ്പോൾ ഈ ടെമ്പറേച്ചർ റൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വിളവെടുപ്പ് അല്ലെങ്കിൽ വിളവ് കുറയും. ഇൻഡ്യൂസ് ചേഞ്ചസ് ഇൻ എക്സിസ്റ്റിംഗ് എക്കോസിസ്റ്റം. ഇപ്പോൾ ഉള്ള എക്കോസിസ്റ്റത്തിൽ തന്നെ മാറ്റങ്ങൾ വരും. അപ്പോൾ എന്തായിരിക്കും ഓൾറെഡി നമ്മൾ മരങ്ങളൊക്കെ വെട്ടി നശിപ്പിക്കുമ്പം ഇപ്പോൾ ഒരു നാച്ചുറൽ എക്കോസിസ്റ്റത്തിനെ ഡിസ്റ്റർബ് ചെയ്യും, അത് വേറെ എന്തോ ആയി മാറും. കണ്ടാമിനേഷൻ ഓഫ് ഗ്രൗണ്ട് വാട്ടർ ഇൻ കോസ്റ്റൽ ഏരിയാസ്. അതൊക്കെ ഈ പറഞ്ഞാൽ ടെമ്പറേച്ചർ എത്തിൻ്റെ സർഫസ് ടെമ്പറേച്ചർ അല്ലെങ്കിൽ അകത്തേക്ക് ടെമ്പറേച്ചറിന് വേരിയേഷൻ വരുമ്പോൾ അതെല്ലാം ഇറ്റ് വിൽ അഫക്ട് ദ ഗ്രൗണ്ട് വാട്ടർ. ദെൻ ഹൗ ക്യാൻ വി കൺട്രോൾ ദിസ് ഗ്ലോബൽ വാർമിംഗ്? റെഡ്യൂസ്, റീയൂസ് ആൻഡ് റീസൈക്കിൾ കൺസെപ്റ്റ് ടു ബി പ്രാക്ടീസ്ഡ്. ഓൾറെഡി എന്താണ് എല്ലാ സാധനവും ഓവർ യൂസ് കുറയ്ക്കുക, എല്ലാം യൂസ് ഇൻ എ റെഡ്യൂസ്ഡ് വേ. ദെൻ റീയൂസ്, നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റുന്ന സാധനമെല്ലാം വീണ്ടും റീയൂസ് ചെയ്യുക, അതുപോലെ റീസൈക്കിൾ ചെയ്യുക. എന്താണ് ആഫ്റ്റർ ഇറ്റ്സ് യൂസ്ഫുൾ ലൈഫ് അതിനെ വീണ്ടും റീസൈക്കിൾ ചെയ്തെടുക്കാൻ ശ്രമിക്കുക. ദെൻ ഡ്രൈവ് ലെസ് ആൻഡ് ഡ്രൈവ് സ്മാർട്ട്. അതെന്താ സംഭവം? നമ്മളീ പറഞ്ഞ പോലെ ഡ്രൈവിങ് അല്ലെങ്കിൽ പ്രൈവറ്റ് വെഹിക്കിൾസ് കൂടുതൽ ഉപയോഗിച്ചാൽ കൂടുതലായിട്ടത് ഈ ഗ്രീൻ ഹൗസ് ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പം കൂടുതലും പബ്ലിക് ട്രാൻസ്പോർട്ടേഷനെ ഡിപ്പെൻഡ് ചെയ്യുക, അല്ലെങ്കിൽ ഫ്യൂവൽ എഫിഷ്യൻസി ഉള്ള അതുപോലെ വെഹിക്കിൾസ് അല്ലെങ്കിൽ എന്താണ് ലെസ് കാർബൺ എമിഷനുള്ള വെഹിക്കിൾസിലേക്ക് സ്വിച്ച് ഓൺ ചെയ്യുക. എൻകറേജ് അതേഴ്സ് ടു കൺസേർവ് എനർജി കൺസർവേഷൻ. നോൺ റിന്യൂവബിൾ റിസോഴ്സസിനെ വളരെ കുറച്ച് ഉപയോഗിച്ചിട്ട് റിന്യൂവബിളിനെ കൂടുതലായിട്ട് ഉപയോഗിക്കാൻ ശ്രമിക്കുക. എൻഹാൻസസ് എനർജി എഫിഷ്യൻസി ബൈ യൂസിങ് CFL ആൻഡ് LED ലാംപ്സ്. CFL ലാംപ്സ് അല്ലെങ്കിൽ LED ലാംപ്സ് ഉപയോഗിക്കുക. പ്രൊമോട്ട് റിന്യൂവബിൾ എനർജി യൂസേജ്. റിമൂവ് സബ്സിഡീസ് ഓഫ് ഫോസിൽ ഫ്യൂവൽസ്. ഓക്കെ, ഫോസിൽ ഫ്യൂവൽസിൽ നിന്ന് സബ്സിഡീസ് കൊടുക്കരുത്. സബ്സിഡീസ് കൊടുക്കുന്നതായിരിക്കും എന്തെങ്കിലും ഒരു സാധനം നമ്മൾ സബ്സിഡി കൊടുക്കുക മീൻസ് ആൾക്കാർക്ക് അത് വാങ്ങാനുള്ള ഒരു ടെൻഡൻസി കൂടും അല്ലേ? സബ്സിഡി കൊടുക്കുക മീൻസ് വാങ്ങാനുള്ള ടെൻഡൻസി കൂടും. സോ സബ്സിഡീസ് ഒക്കെ എടുത്ത് മാറ്റുക ഫോസിൽ ഫ്യൂവൽസിന്, അതിൻ്റെ റേറ്റ് അങ്ങ് കൂട്ടുക. അപ്പോൾ ആൾക്കാർ ഓട്ടോമാറ്റിക്കലി അതിലേക്കുള്ള ആ ഡിപ്പെൻഡൻസി കുറഞ്ഞോളും. റിക്കവർ മീഥേൻ എമിഷൻ ത്രൂ വേസ്റ്റ് മാനേജ്മെൻറ്റ്. പ്രോപ്പർ വേസ്റ്റ് മാനേജ്മെൻറ്റ് വെച്ചിട്ട് ഈ മീഥേൻ ഗ്യാസിൻ്റെ എമിഷൻ കുറയ്ക്കുക. പ്രൊമോട്ട് അഫോറസ്റ്റേഷൻ ആൻഡ് റീഫോറസ്റ്റേഷൻ. കൂടുതൽ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക. റെഡ്യൂസ് എനർജി കൺസപ്ഷൻ ബൈ യൂസിങ് എനർജി എഫിഷ്യൻറ്റ് ഹോം അപ്ലയൻസസ്. ഒക്കെ എനർജി എഫിഷ്യൻ്റ് ആക്കുക. ലൈക്ക് ഇലക്ട്രിസിറ്റിയൊക്കെ യൂട്ടിലൈസേഷൻ കുറച്ചിട്ട് ഡിപ്പെൻഡ് മോർ നമ്മൾ പറഞ്ഞ സോളാർ എനർജി അതുപോലെ സാധനങ്ങളൊക്കെ യൂസ് ചെയ്യുക. സോളാർ എനർജി യൂസ് ചെയ്യാൻ മീൻസ് എന്തായിരിക്കും? അപ്പോൾ എന്തായിരിക്കും എല്ലാവരും സോളാർ എനർജിയിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് എന്തായിരിക്കും ഈ വരുന്ന റേസിൽ അത് ഈ അറ്റ്മോസ്ഫിയറിൽ ട്രാപ്പ് ചെയ്യുമ്പോഴാണ് ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് ഉണ്ടാകുന്നത്. പക്ഷേ നമ്മളെന്താണ് ആ വരുന്ന എനർജി നമ്മളെന്താണ് യൂട്ടിലൈസ് ചെയ്യുവാണ് ഫോർ കുക്കിംഗ് അല്ലെങ്കിൽ എന്താണ് ഹീറ്റിംഗ് വാട്ടർ പല വേസിൽ നമ്മളത് യൂട്ടിലൈസ് ചെയ്യുവാണ്. അപ്പോൾ എന്തായിരിക്കും അതിൻ്റെ ഇഫക്റ്റ് ഓട്ടോമാറ്റിക്കലി കുറയും. കൺസ്യൂം ലോക്കലി ഗ്രോൺ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആൻഡ് നോട്ട് ഇമ്പോർട്ടഡ് വൺസ് ദാറ്റ് റിക്വയർ ദ ബേണിംഗ് ഓഫ് ഫോസിൽ ഫ്യൂൽ ഫോർ ട്രാൻസ്പോർട്ടേഷൻ. ഓക്കെ, ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് ഡിപ്പെൻഡ് മോർ ഓൺ ലോക്കലി അവൈലബിൾ മെറ്റീരിയൽസ്. ഫ്രൂട്ട്സ് ആയാലും വെജിറ്റബിൾസ് ആയാലും കൺസ്ട്രക്ഷൻ ടെക്നോളജി ആയാലും എന്ത് റോ മെറ്റീരിയൽസ് റിസോഴ്സ് ആയാലും ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളെ കൂടുതലായിട്ട് ഡിപ്പെൻഡ് ചെയ്യുക. പുറത്തുനിന്ന് കൊണ്ടുവരുമ്പോൾ എന്തായിരിക്കും അവന് ട്രാൻസ്പോർട്ടേഷൻ വേണം. ട്രാൻസ്പോർട്ടേഷൻ മീൻസ് അതിന് എനർജി കൺസംഷനാണ്. സോ അത് റെഡ്യൂസ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് ഗ്ലോബൽ വാർമിങ്ങിൽ വരുന്നത്. നെക്സ്റ്റ് ഈസ് ക്ലൈമറ്റ് ചേഞ്ച് ആണ്. എന്താ ക്ലൈമറ്റ് ചേഞ്ച്? ക്ലൈമറ്റ് ചേഞ്ച് റിഫേഴ്സ് ടു എനി ലോങ് ടേം ചേഞ്ച് ഇൻ എർത്ത്സ് ക്ലൈമറ്റ് ഓർ ഇൻ ദ ക്ലൈമറ്റ് ഓഫ് എ റീജിയൻ ഓർ സിറ്റി. ലോങ് ടേം ചേഞ്ച് ഇൻ ദ ക്ലൈമറ്റിൽ വരുന്ന ആ വേരിയേഷൻ നമ്മളിപ്പോൾ പറയാറുണ്ടല്ലോ റെയിനി സീസണൊക്കെ പണ്ട് നമുക്കൊരു ജൂൺ ആ ഒരു സമയത്തായിരുന്നു റെയിനി സീസണൊക്കെ വരുന്നത്. അതുപോലെ ജാനുവരി, ഫെബ്രുവരി, മാർച്ച് അല്ലെങ്കിൽ ഡിസംബർ ആ ഒരു ഏരിയയൊക്കെ കുറച്ച് മഞ്ഞ് കാലമായിരിക്കും. അപ്പോൾ നമുക്കൊരു പ്രോപ്പർ ഒരു സീസൺ അങ്ങനെ നമുക്ക് വേർതിരിച്ച് പറയാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇപ്പോൾ കാണുന്നതായിരിക്കും തോന്നുന്ന പോലെ മഴയൊക്കെ തോന്നുന്ന പോലെ വരുന്നത്. അത് തോന്നുമ്പം മഴ, തോന്നുമ്പം എന്താണ് മഞ്ഞ്, അങ്ങനെ ആ ഒരു ഇതിലേക്ക് മാറി. അപ്പോൾ അതിനാണ് ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ ലോങ് ടേം കുറേ നാൾ കഴിയുമ്പം ഈ ഒരു
ആ ഒരു സീസൺ അല്ല ഒരു സൈക്കിൾ മാറി മാറി പോകുന്നു. അതിനാണ് ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനുള്ള റീസൺസ് എന്ന് പറയുന്നത് നാച്ചുറലും ഉണ്ട് മാൻമെയ്ഡും ഉണ്ട്. നാച്ചുറൽ റീസൺസ് ആൻഡ് ആന്ത്രോപ്രോജനിക് റീസൺസ്. ആന്ത്രോപ്രോജനിക് മീൻസ് മാൻമെയ്ഡ് അല്ലെങ്കിൽ ഹ്യൂമൻ റീസൺസ്. അല്ലെങ്കിൽ നമുക്ക് വേറൊരു ക്ലാസിഫിക്കേഷൻ പറയുന്നത് എക്സ്റ്റേണൽ കോസസും ഉണ്ട് ഇൻറ്റേർണൽ കോസസും ഉണ്ട്. എക്സ്റ്റേണൽ വരുന്നതാണ് സോളാർ ആക്ടിവിറ്റി, എർത്ത്സ് ഓർബിറ്റ്, മീറ്റിയോറൈറ്റ്സ്. അതിലേക്ക് നമ്മൾ കൂടുതൽ പോകേണ്ട. നമുക്ക് നോക്കേണ്ടത് ഇൻറ്റേർണൽ കോസസ് ആണ്, അതായത് നാച്ചുറൽ ആൻഡ് മാൻമെയ്ഡ് കോസസ്. അതിൽ മാൻമെയ്ഡ് ആണ് നമുക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. കാരണം നാച്ചുറൽ കോസസിന് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് നാച്ചുറലി എർത്തിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ നമുക്ക് അതിൽ വലിയ റോളില്ല. നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് മാൻമെയ്ഡ് കോസസ് ആണ്. സോ അതാണ് നമുക്ക് കൂടുതലായിട്ട് പഠിക്കേണ്ടത്. സോ ആന്ത്രോപ്രോജനിക് കോസസ് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച് ആണ്. ഫസ്റ്റ് ഈസ് ഡീഫോറസ്റ്റേഷൻ. കൂടുതൽ എക്സ്പ്ലനേഷൻ വേണ്ട അപ്പുറത്ത് പറഞ്ഞത് തന്നെയാണ് ഇവിടെയും വരുന്നത്. ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ ഫ്രം ഇൻഡസ്ട്രീസ്, vehicles, aeroplanes, oil refineries, etc. Then smog and pollution from factories. Farm animal release methane from their waste. ഇപ്പം എന്താ നമ്മുടെ കാറ്റിൽ ഫാമൊക്കെ ആണെങ്കിൽ ഒരുപാട് കൗഡങ്സ് കാണും. കൗഡങ്ങിൽ നിന്ന് മെയിനായിട്ട് വരുന്ന ഗ്യാസാണ് മീഥേൻ ഗ്യാസ്. ദെൻ ഇൻക്രീസിങ് വേൾഡ് പോപ്പുലേഷൻ, മോർ പീപ്പിൾ റിക്വയർ മോർ ഫുഡ്, എനർജി, ട്രാൻസ്പോർട്ടേഷൻ എക്സെട്ര. ഇതൊക്കെയാണ് ഇതിനുള്ള ഒരു ആന്ത്രോപോജനിക് അല്ലെങ്കിൽ മാൻമെയ്ഡ് റീസൺസ് എന്ന് പറയുന്നത്. നാച്ചുറൽ കോസിൽ എന്തൊക്കെയാണ്? കോണ്ടിനെൻ്റൽ ഡ്രിഫ്റ്റ്. കോണ്ടിനെൻ്റൽ ഡ്രിഫ്റ്റ് മീൻസ് ഇൻ എ ലോങ് കോഴ്സ് ഓഫ് ടൈം കോണ്ടിനെൻറ്റ്സ് തമ്മിലുണ്ടാകുന്ന റിലേറ്റീവ് പൊസിഷനിലുണ്ടാകുന്ന മാറ്റമാണ് കോണ്ടിനെൻ്റൽ ഡ്രിഫ്റ്റ് എന്ന് പറയുന്നത്. ദെൻ വേരിയേഷൻ സോളാർ ഔട്ട്പുട്ട്, അതിലെ വോൾക്കാനിക് ഇറപ്ഷൻസ്. ഇതെല്ലാം എന്താണ്? ക്ലൈമറ്റ് ചേഞ്ചിന് ഓരോ റീസൺസ് ആണെന്നാണ് പറയുന്നത്. ഓക്കെ, ജസ്റ്റ് വായിച്ചു നോക്കുക. അതെല്ലാം കൂടുതൽ നോക്കേണ്ടത് ആ ഒരു ആന്ത്രോപോജനിക് റീസൺസിലാണ്. അത് അപ്പുറത്ത് പറഞ്ഞ് തന്നെ ഇവിടെ എഴുതിയാൽ മതി. ഗ്രീൻ ഹൗസ് ഇഫക്റ്റിൽ പറയുന്നതൊക്കെ തന്നെയാണ് ഇവിടെ വരുന്നത്. ഈ ഡിഫോറസ്റ്റേഷൻ, അതേപോലെ ഗ്രീൻ ഹൗസ് ഗ്യാസിൻ്റെ എമിഷൻ, പിന്നെ ഫാമിംഗ്, ഇതെല്ലാം ഇൻ്റർ റിലേറ്റഡ് ആണ്. നെക്സ്റ്റ് എന്താണ്? ഇഫക്ട്സ് ഓഫ് ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ഇഫക്ട്സ്. പിന്നെ ഇതിൽ വരുന്ന ഓഷ്യനിക് കറൻറ്റ്സ് ആണ്. ഓഷ്യൻ കറൻറ്റ്സിൻ്റെ ഒരു ഇൻഫ്ലുവൻസും കൂടെ വരും ക്ലൈമറ്റ് ചേഞ്ചിന്. ദെൻ ഇഫക്ട്സ് നോക്കിയേ. ഇൻക്രീസ് ഇൻ ഗ്ലോബൽ സർഫസ് ടെമ്പറേച്ചർ. ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ഇഫക്ട്സ് ആണ്. സർഫസ് ടെമ്പറേച്ചർ കൂടുന്നു. ഓഷൻ അസിഡിഫിക്കേഷൻ, ഇതൊക്കെ നമ്മൾ അപ്പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അത് വെച്ച് തന്നെ എക്സ്പ്ലെയിൻ ചെയ്താൽ മതി ഇവിടെ. മെൽറ്റിംഗ് ഓഫ് ഗ്ലേസിയേഴ്സ്, ചേഞ്ച് ഇൻ പാറ്റേൺ ഓഫ് റെയിൻഫോൾ പാറ്റേൺ മാറുന്നു. ഒക്കറൻസ് ഓഫ് ഡ്രോട്ട്, ഹീറ്റ് വേവ്സ് ആൻഡ് ഫ്ലഡ്, എക്സ്ട്രീം വെതർ കണ്ടീഷൻസ് വരുമെന്ന്. ദെൻ റൈസ് ഇൻ സീ ലെവൽ, ഇതെല്ലാം നമ്മൾ അപ്പുറത്ത് പറഞ്ഞാണ് സെയിം ഡെഫിനിഷനാണ് ഇവിടെയും വരുന്നത്. ഇഫക്ട്സ് ഓൺ ബയോഡൈവേഴ്സിറ്റി, സ്പ്രെഡ് ഓഫ് വെക്ടർ ബോൺ ഡിസീസസ്, ഇതൊക്കെയാണ് ഇഫക്ട്സ് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്നത്. ഇനി നമുക്കിതെങ്ങനെ തടയാമെന്ന് നോക്കാം. എൻഹാൻസ് എനർജി എഫിഷ്യൻസി ബൈ യൂസിങ് CFL ലാംപ്സ് വെച്ചിട്ട് എനർജി യൂട്ടിലൈസേഷൻ കുറയ്ക്കുക. റെഡ്യൂസ് ട്രാൻസ്പോർട്ട് സെക്ടർ എമിഷൻ ബൈ സ്മാർട്ട് ഡ്രൈവിംഗ്, അത് നമ്മൾ അപ്പുറത്ത് പറഞ്ഞു. റിന്യൂവബിൾ എനർജി സോഴ്സസ് ഉപയോഗിക്കുക. റിമൂവ് സബ്സിഡീസ് ഫോർ ഫോസിൽ ഫ്യൂവൽസ്. ഫേവർ സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ മീൻസ് ഡിപ്പെൻഡ്സ് മോർ ഓൺ അല്ലെങ്കിൽ കോൺസെൻട്രേറ്റ് മോർ ഓൺ എക്കോ ഫ്രണ്ട്ലി പ്രാക്ടീസസ്. റിക്കവർ മീഥേൻ എമിഷൻ ത്രൂ വേസ്റ്റ് മാനേജ്മെൻറ്റ്. പ്രൊമോട്ട് അഫോറസ്റ്റേഷൻ, ഇതെല്ലാം അപ്പുറത്ത് പറഞ്ഞാൽ തന്നെയാണ് സെയിം മെഷേഴ്സാണ് വരുന്നത്. ദെൻ റെഡ്യൂസ് എനർജി കൺസംഷൻ ബൈ യൂസിങ് എനർജി എഫിഷ്യൻറ്റ് ഹോം അപ്ലയൻസസ്, അത് നമ്മളപ്പുറം പറഞ്ഞു. എൻഹാൻസ് എനർജി എഫിഷ്യൻസി ഡ്യൂറിങ് ജനറേഷൻ, ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പവർ. നമ്മൾ റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജിയുടെ ആ ഒരു ഇതിൽ പറഞ്ഞു. നമ്മൾ വിൻഡ് എനർജിയുടെ പ്രൊഡക്ഷൻ പറഞ്ഞു, അതേപോലെ ഹൈഡ്രോ പവർ എനർജിയുടെ പ്രൊഡക്ഷൻ പറഞ്ഞു. അപ്പം അതിൻ്റെ പ്രൊഡക്ഷൻ സമയത്തായാലും ട്രാൻസ്മിഷൻ സമയത്തായാലും പിന്നെന്താണ് ഡിസ്ട്രിബ്യൂഷൻ സമയത്തായാലും എനർജി ലോസ് മിനിമം ആക്കുക. മിനിമം വേസ്റ്റേജ് അല്ലെങ്കിൽ ലോസ് വരുന്ന രീതിയിൽ ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്യുക. റെഡ്യൂസ് വേസ്റ്റ്, റെഡ്യൂസ് റീയൂസ് റീസൈക്കിൾ, ആ ഒരു പ്രാക്ടീസ് അതാണ് പറയുന്നത്. അടുത്തതിൽ ദെൻ നെക്സ്റ്റ് കൺസ്യൂം ലോക്കലി ഗ്രോൺ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. എന്താണ്? പുറത്തുനിന്ന് സാധനങ്ങൾ കൊണ്ടുവരുമ്പം ട്രാൻസ്പോർട്ടേഷൻ ചാർജസ്, അതേപോലെ ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയുള്ള ഫ്യൂവൽസ് വേണ്ടി വരും. സോ അത് റെഡ്യൂസ് ചെയ്യുക. ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള ടെക്നോളജി ആയാലും ഫ്രൂട്ട്സ് ആയാലും വെജിറ്റബിൾസ് ആയാലും എന്തിനായാലും ഡിപ്പെൻഡ് ചെയ്യുക. അപ്പോൾ ഇത്രയാണ് അതിൽ വരുന്നത്. നെക്സ്റ്റ് ഓസോൺ ലെയറാണ്, അത് അടുത്ത ക്ലാസ്സിൽ നോക്കാം.